കേരളത്തിലെ തന്നെ നമ്പർ 1 ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഏവിയേഷൻ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ഏവിയേഷനിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് +2 കഴിഞ്ഞിരിക്കുന്ന പിള്ളേർക്കും അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന പിള്ളേർക്കുള്ള വീഡിയോ ആണ്. സോ കേരളത്തിലെ തന്നെ നമ്പർ 1 ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടേ കേരളത്തിലില്ല. കേരളത്തിൽ നിന്നല്ല, നമ്മളെ ഇന്ത്യയിലേ ഇല്ല. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ ഏവിയേഷൻ അല്ലെങ്കിൽ എയർലൈൻ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഇൻ ഏവിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം എവിടെയും അവർ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാവരും കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഡിഗ്രി, ഗ്രാജുവേഷൻ, എനി റെഗുലർ ഡിഗ്രിയാണ് ഏതൊരു എയർലൈനും ചോദിക്കുന്നത്. നിങ്ങൾ പറയും ബ്രോ, കുറേ പേര് അങ്ങനെ ഏവിയേഷനൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ട് ജോലി കയറുമല്ലോ. ഈവൻ എന്തിനി ഈ പറയുന്ന ഞാൻ ഏവിയേഷൻ ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു സംഭവം പഠിച്ചതാണ്. പക്ഷേ സ്റ്റിൽ ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാവണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ടുള്ള എല്ലാവരും വന്നിട്ട് അവരുടെ സത്യാവസ്ഥ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് നിങ്ങൾ ലാക്സ് ഓഫ് മണി, ലക്ഷങ്ങൾ, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം അവിടുന്ന് തുടങ്ങും. ഈ ലക്ഷങ്ങളുടെ കണക്ക് ഒരു 6-7 ലക്ഷം വരെ പഠിപ്പിക്കുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ദിസ് ഇസ് എ വേസ്റ്റ് ഓഫ് മണി ആൻഡ് വേസ്റ്റ് ഓഫ് യുവർ ടൈം. പ്രത്യേകിച്ച് +2 കഴിഞ്ഞ് ഇരിക്കുന്ന പിള്ളേരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ ആൾക്കാർ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഡിപ്ലോമ ഇൻ ഏവിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. ബിക്കോസ് ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ എയർലൈൻസും അതുപോലെ തന്നെ GHA ആണെന്നുണ്ടെങ്കിൽ പോലും അവരെല്ലാവരും +2 ബേസ് വെച്ചിട്ട് ഒരാളെ എടുക്കുന്നില്ല. അവരെല്ലാവരും ചോദിക്കുന്ന ഒരു റെഗുലർ ഡിഗ്രി അല്ലെങ്കിൽ ഒരു നോർമൽ എനി ഡിഗ്രി ആണ് അവർ ചോദിക്കുന്നത്. സോ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ എയർലൈൻസ് അല്ലെങ്കിൽ ഏവിയേഷനിൽ ഫ്യൂച്ചർ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. പിന്നെ ചിലപ്പോൾ +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് 1-2 പേര് ചിലപ്പോൾ ജോലിക്ക് കയറിയിട്ടുണ്ടാകും. ഇവൻ ഞാനാണെന്നുണ്ടെങ്കിൽ കയറിയിട്ടുണ്ട്. സത്യാവസ്ഥ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാച്ചിൽ വെറും 2 പേര് മാത്രമേ ഒരു ഏവിയേഷൻ അല്ലെങ്കിൽ ഒരു എയർലൈൻ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതൊന്ന് ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടുമാണ്. ഇതിനപ്പുറത്തേക്ക് വേറൊരാൾക്കും ജോലി കിട്ടിയിട്ടില്ല. ഞങ്ങൾ എൻ്റെ ബാച്ചിൽ ഏകദേശം ഒരു 30-35 പിള്ളേരോളം അടുത്തുണ്ടായിരുന്നു. എനിക്കും കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. സോ ഇതിൽ വെറും 2 പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതാണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു ഏവിയേഷൻ ഈ തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് 1-2 ആൾക്കാർക്ക് മാത്രമേ നല്ല രീതിക്ക് ജോലി കിട്ടുള്ളൂ. ആ ജോലി കിട്ടിയവരാണ് ഇവർ വെറുതെ ഷോക്കേസ് ചെയ്തിട്ട് നിങ്ങളെയും കൂടെ പറ്റിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഏവിയേഷൻ അല്ലെങ്കിൽ എയർലൈൻ ജോലിക്ക് കയറുന്ന ഓരോ പിള്ളേർ, അതായത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് എയർലൈൻ ഫീൽഡിലേക്ക് കയറുന്ന ഒരു പിള്ളേരും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഈ പഠിച്ചിറങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടല്ല ഇവർ ഈ ജോലിക്ക് കയറുന്നത്. അവരായിട്ട് സ്വന്തമായിട്ട് ഇൻ്റർവ്യൂ കണ്ടെത്തുന്ന, അവരായിട്ട് അറ്റൻഡ് ചെയ്തിട്ടാണ് ഈ ഓരോരോ എയർലൈൻ ഫീൽഡിലേക്ക് അവർ ജോലിക്ക് കയറുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ മതി. കാരണം അത്രത്തോളം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവും. ഇത് ടോട്ടലി തട്ടിപ്പാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡോണ്ട് എവർ ടേക്ക് ഏവിയേഷൻ ഡിപ്ലോമ വിത്തൗട്ട് കംപ്ലീറ്റിംഗ് എ ഡിഗ്രി. ഈവൻ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താലും ഈ ഒരു ഡിപ്ലോമ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് നിങ്ങൾ അത്രത്തോളം പൈസ, ലക്ഷങ്ങളുടെ പൈസ നിങ്ങൾ വെറുതെ ചുമ്മാ വെള്ളത്തിൽ ഒഴുക്കി വിടുന്ന പോലെ തന്നെ ചുമ്മാ കളയാണ്. ബിക്കോസ് ഇറ്റ്സ് വേസ്റ്റ് ഓഫ് യുവർ ടൈം ആൻഡ് വേസ്റ്റ് ഓഫ് യുവർ മണി. സോ ബെറ്റർ നോട്ട് ടു take an aviation institute like diploma in aviation or something course kind of things. So നിങ്ങൾ +2 കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനി ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് എയർലൈൻ അല്ലെങ്കിൽ ഏവിയേഷൻ ഫീൽഡിലേക്ക് വരിക. അതാണ് എൻ്റെ ഒരു സജഷൻ. ആൻഡ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ, ലോങ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ ഇഫ് യു വോണ്ട് ദാറ്റ് കമൻറ്റിൽ അറിയിക്കുക. സോ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അടുത്തൊരു നല്ലൊരു വീഡിയോ എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ പാച്ച, സൈനിങ് ഓഫ്.